ഹലോ മക്കളെ, നാളത്തെ പബ്ലിക് എക്സാം ചോദിക്കാൻ ചാൻസ് ഉള്ള ഓർഗാനിക് കെമിസ്ട്രിയിലെ 10 റിയാക്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ഷോട്ട് ആണ്, ഉറപ്പാണ്, ഉറപ്പിച്ചു വെച്ചോ. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നാളെ എന്തായാലും നിങ്ങൾക്ക് ചോദിക്കും. മക്കളെ നോക്കി വെക്കാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് 10 ക്വസ്റ്റ്യൻ ചെയ്യാം, ഒന്ന് കണ്ണോടിച്ച് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇത് ബെൻസീൻ ആണല്ലേ, ബെൻസീൻ ആണ്. ബെൻസീൻ കോൺസ്റ്റൻസ് HNO3 കോൺസ്റ്റൻസ് സൾഫ്യൂരിക് ആസിഡ് ട്രീറ്റ് എന്താ കിട്ടുക മക്കളെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിനെ വിളിക്കുന്ന പേര് നൈട്രേറ്റ് മിക്സർ എന്ന് വിളിക്കുക. നൈട്രേറ്റ് മിക്സർ ആണ്. നൈട്രേറ്റ് മിക്സർ ആണ്. സോ ഇതെന്തായിരിക്കും? ഇത് നൈട്രേഷൻ അല്ലേ? നൈട്രേഷൻ എന്ന് പറയുമ്പോൾ ഏത് ഗ്രൂപ്പ് ആഡ് ചെയ്യണത്? ഇത് ഇലക്ട്രോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ ടൈപ്പ് ആയ നൈട്രേഷൻ ആണ്. സോ ബെൻസീൻ റിംഗിലേക്ക് ആരാണ് മക്കളെ വരിക? ഇവിടുന്ന് NO2+ എന്ന് പറയുന്ന ഇലക്ട്രോഫൈൽ ഉണ്ടാവുക. ബെൻസീൻ റിംഗിൽ എന്ത് ചെയ്യും മക്കളെ? പോയിട്ട് അറ്റാച്ച് ചെയ്യും. സോ യു വിൽ ഗെറ്റ് നൈട്രോബെൻസീൻ അല്ലേ? നൈട്രോബെൻസീൻ കിട്ടും. വളരെ സിമ്പിൾ റിയാക്ഷൻ ആണ്. ഇത് നോക്കിയ മക്കളെ, ഇതെന്താണ്? അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ക്ലോറും Cl2 കൊടുത്താൽ എന്താണ് എന്താ സംഭവം? ഇത് ഇലക്ട്രോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തന്നെയാണ്. ഇതെന്താണ്? ഹാലോജിനേഷൻ റിയാക്ഷൻ ആണ് അല്ലേ? ഇപ്പൊ ഇവിടുത്തെ ഇലക്ട്രോഫൈൽ ആരാ മക്കളെ? ഇവിടുത്തെ ഇലക്ട്രോഫൈൽ ആണ് Cl+ അല്ലേ? Cl+ എന്ത് ചെയ്യും? ബെൻസീൻ റിംഗ് പോയിരിക്കും. സോ യു വിൽ ഗെറ്റ് ക്ലോറോബെൻസീൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഇനി അടുത്തത് ഇതാണ്. ഇവിടെ 2-3 ഡിഫറെന്റ് ടൈപ്പുകളുണ്ട്. ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, അടുത്ത് ശ്രദ്ധിക്കേണ്ട ഇതാണ്, അടുത്ത് ശ്രദ്ധിക്കേണ്ട ഇതാണ്. മാറിപ്പോകാൻ ചാൻസ് ഉള്ള 3 സാധനങ്ങളാണിത്. ഒരേപോലെ തോന്നിക്കുന്ന സാധനങ്ങളാണ്, പക്ഷെ ചെറിയ ചെറിയ ഡിഫറൻസുകൾ ഉണ്ട്. നോക്കിയാൽ മക്കളെ, ഇത് ക്ലോറിൻ ആഡ് ചെയ്യുന്നു, അൺഹൈഡ് Cl3 ആണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ക്ലോറിൻ ബെൻസീൻ റിംഗിലേക്ക് കയറ്റി വെച്ച് കൊടുത്താൽ മാത്രമേ ക്ലോറോബെൻസീൻ. പക്ഷെ ഇവിടെ നമ്മൾ 3 ക്ലോറിൻ ആഡ് ചെയ്യുന്നുണ്ട്, 3 Cl2 മോളിക്യൂൾസിന് ആഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 3 ക്ലോറിൻ മോളിക്യൂൾ ആഡ് ചെയ്യുന്നുണ്ട്. ആരുടെ പൊസിഷനാണ് നമുക്ക്? UV അല്ലെങ്കിൽ സൺലൈറ്റ് അല്ലേ? ഈ ടെമ്പറേച്ചർ എത്രയാണ്? 500 കെൽവിൻ ഡിഗ്രി, 500 കെൽവിൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മക്കളെ, ഇവിടെ 3 ക്ലോറിൻ ആഡ് ചെയ്യുന്നുണ്ട്, UV പ്രസിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നത്? ക്ലോറിനേഷൻ ആണ് നടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബെൻസീൻ റിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയാണ്? ആൾട്ടർനേറ്റീവ് ആയുള്ള ഡബിൾ ബോണ്ടുകൾ ഉണ്ടാവില്ലേ? ഡബിൾ ബോണ്ടുകൾ ഉണ്ടാകും. അപ്പൊ മക്കളെ, ഇവിടെ യുവിന് പ്രശ്നമാണ് നിങ്ങൾ റിയാക്ഷൻ നടത്തുന്നത് എങ്കിൽ ഇവിടെ എന്ത് ചെയ്യും മക്കളെ? ഈ ബോണ്ടുകളൊക്കെ ബ്രേക്ക് ചെയ്യും. ഇതിൽ എന്ത് ചെയ്യും? ഇവിടെ 3 ക്ലോറിൻ മോളിക്യൂൾ എന്ന് പറയുന്നത് എത്ര ക്ലോറിൻ ആറ്റംസ് ഉണ്ടാവും? 6 ക്ലോറിൻ ആറ്റംസ് ഉണ്ടാവും. ആ 6 ക്ലോറിൻ ആറ്റംസ് എന്ത് മക്കളെ ഇവിടെയൊക്കെ റീപ്ലേസ് ചെയ്യും. അപ്പൊ എന്താ കിട്ടുക? കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും മക്കളെ. ഇങ്ങനെ എന്ത് ചെയ്യും മക്കളെ? റിയാക്ഷൻ ഉണ്ടാവുക. ഇവിടെ ക്ലോറിൻ, ഇവിടെ ക്ലോറിൻ, ഇവിടെ ക്ലോറിൻ, ഇവിടെ ക്ലോറിൻ, ഇവിടെ ക്ലോറിൻ, ഇവിടെ ക്ലോറിൻ. അങ്ങനെ 6 സ്ഥലത്തും എന്ത് ചെയ്യും മക്കളെ? ക്ലോറിൻ കയറിയിരിക്കും. സോ യു വിൽ ഗെറ്റ് ഇതിനെ വിളിക്കുന്ന പേരാണ് ബെൻസീൻ ഹെക്സാക്ലോറൈഡ്. ബെൻസീൻ ഇത് ഇമ്പോർട്ടന്റ് ആണ് മക്കൾ, ഇമ്പോർട്ടന്റ് ആണ്. ദിസ് വെരി വെരി ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിളിക്കുന്ന പേര് എന്താ? ബെൻസീൻ ഹെക്സാക്ലോറൈഡ്. BHC എന്ന് വിളിക്കും. BHC അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഗമാക്സീൻ എന്ന് വിളിക്കും. ഗമാക്സീൻ. ഓക്കെ, ഇപ്പൊ ബെൻസീൻ ഹെക്സാക്ലോറൈഡ് അല്ലെങ്കിൽ ഗമാക്സീൻ എന്ന് വിളിക്കുന്ന ആളാണെന്ത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട റിയാക്ഷൻ ആണ്, ബെൻസീന്റെ കൂടെ CH3Cl ആഡ് ചെയ്യുന്നു. ഓൾറെഡി സിമ്പിൾ പഠിപ്പിച്ചാണ് ഞാനിത്. എന്താണ്? അൺഹൈഡ് ഫെയ്ഡൽ റിയേജന്റ് ആണ്. സോ ഇതെന്താണ്? ആൽക്കിലേഷൻ ആണ് അല്ലെ? ഫെയ്ഡൽ ആൽക്കിലേഷൻ. സോ വളരെ സിമ്പിൾ ആയിട്ട് ബെൻസീൻ റിംഗിന് നമ്മൾ ആര് കയറിയിരിക്കും? ഈ CH3 ഗ്രൂപ്പ് കയറിയിരിക്കും. സോ യു വിൽ ഗെറ്റ് ടോളുവിൻ. എന്താ മക്കളെ? ഇത് അഡീഷൻ റിയാക്ഷൻ ആണ്. നിക്കലിനെ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവം മക്കൾ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബെൻസീൻ റിംഗിന് 3 ആൾട്ടർനേറ്റീവ് ഡബിൾ ബോണ്ടുകൾ ഉണ്ട്. സോ എന്ത് സംഭവിക്കും മക്കളെ? ഈ ബോണ്ടുകളൊക്കെ ബ്രേക്ക് ചെയ്യും, ഇവിടെ പോയിട്ടൊക്കെ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്യും. അപ്പൊ എന്താ കിട്ടുക മക്കളെ? നീ കിട്ടാൻ പോകുന്നത് എന്താ മക്കളെ? നീ കിട്ടാൻ പോകുന്നത് ഇയാളെ പേരെന്താ? സൈക്ലോഹെക്സൈൻ. എന്താ പേര്? സൈക്ലോഹെക്സൈൻ. കാരണം എന്താ മക്കളെ? ഇവിടെ ഒക്കെ പോയിട്ട് എന്ത് ചെയ്യും? ഈ ഹൈഡ്രജൻ പോയി റീപ്ലേസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് C6H6 എന്ന് പറയുന്ന C6H12. ഇതാരാണ്? C6H12. ഇതാരാ മക്കളെ? ഇത് C6H6 ആ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവിടെ 6 ഹൈഡ്രജൻ എന്ത് ചെയ്യും? ആഡ് ചെയ്യുന്നു. അത് അഡീഷൻ റിയാക്ഷൻ ആണ്. ബോണ്ടുകളൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടേക്ക് 6 ഹൈഡ്രജൻ ആഡ് ചെയ്ത പരിപാടിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ യു വിൽ ഗെറ്റ് സൈക്ലോഹെക്സൈൻ. ഇനി അടുത്ത നമുക്ക് വെരി വെരി ഇമ്പോർട്ടന്റ് റിയാക്ഷൻ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. ബെൻസീന്റെ കൂടെ 6 ക്ലോറിൻ മോളിക്യൂൾ നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ 3 ക്ലോറിൻ മോളിക്യൂൾ ആഡ് ചെയ്തെങ്കിൽ ഇവിടെ 6 ക്ലോറിൻ മോളിക്യൂൾ ആഡ് ചെയ്യുന്നുണ്ട്. കണ്ടീഷൻ നോക്കണം മക്കളെ. ഇവിടെ കണ്ടീഷൻ എന്താണ്? UV സൺലൈറ്റും അതുപോലെ അൾട്രാവയലറ്റും ഒക്കെ ആണെങ്കിൽ ഇവിടെ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ഡാർക്ക് ആൻഡ് കോൾഡ് കണ്ടീഷൻ ആണ് കൊടുക്കുന്നത്. ഇവിടെ ടെമ്പറേച്ചർ എന്താണ്? 500 കെൽവിൻ ആണ്. ഇവിടെ എന്താണ്? ഡാർക്ക് ആൻഡ് കോൾഡ് കണ്ടീഷൻ ആണ്. എന്തായിരിക്കും പ്രൊഡക്റ്റ് ഉണ്ടാവും മക്കളെ? പ്രൊഡക്റ്റ് ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബെൻസീൻ റിംഗിന്റെ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ എത്ര ബോണ്ട്? ആൾട്ടർനേറ്റീവ് 3 ബോണ്ടുകളുണ്ട്. ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യും ഇല്ല. ഇവിടെ എന്താ മക്കളെ? അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ഡാർക്ക് കോൾഡ് കണ്ടീഷൻ കൊടുക്കും, ബോണ്ട് ബ്രേക്ക് ചെയ്യില്ല. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ നിങ്ങൾ കൊടുത്തത് UV 500 കെൽവിൻ ആണ്, ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഇവിടെ മക്കളെ ബോണ്ടൊന്നും ബ്രേക്ക് ചെയ്യില്ല. പകരം എന്ത് ചെയ്യും മക്കളെ? 6 ക്ലോറിൻ മോളിക്യൂൾ എന്ത് ചെയ്യും? 6 ക്ലോറിൻ മോളിക്യൂൾ ഇവിടുത്തെ 6 ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് എന്ത് ചെയ്യും? ഇവിടെ കയറിയിരിക്കും. സോ യു വിൽ 6 ക്ലോറിൻ ആറ്റംസ് എന്ത് ചെയ്യും മക്കളെ? ഇവിടെ കയറിയിരിക്കും. സോ യു വിൽ ഗെറ്റ് ഹെക്സാക്ലോറോബെൻസീൻ. എന്താ കിട്ടുന്നത്? ഹെക്സാക്ലോറോബെൻസീൻ കിട്ടുന്നത്. ഇവിടെ എന്താ മക്കളെ കിട്ടിയത്? ഇവിടെ കിട്ടിയത് ബെൻസീൻ ഹെക്സാക്ലോറൈഡ് ആണെങ്കിൽ ഇവിടെ കിട്ടിയത് എന്താണ്? ഹെക്സാക്ലോറോബെൻസീൻ ആണ്. കണ്ടീഷൻ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ഡാർക്ക് ഗോൾഡ് കണ്ടീഷൻ. ഇവിടെ എന്താ കിട്ടിയത്? ബെൻസീൻ ഹെക്സാക്ലോറൈഡ്. കണ്ടീഷൻ UV 500 കെൽവിൻ. മാറിപ്പോവരുത്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 സാധനങ്ങളാണ് ഇത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. റെഡി അല്ലേ? സെറ്റ്.
ഇനി മക്കളെ ഇത് ഓൾറെഡി പഠിപ്പിച്ചാണ്. സിങ്കിന്റെ കൂടെ ഹീറ്റ് ചെയ്യുമ്പോൾ സിങ്ക് ഓക്സൈഡും ബെൻസീനും കിട്ടുന്നത്. CC ബെൻസീനാണ്. അപ്പൊ നമ്മളിവിടെ ആരെടുക്കണം? നമ്മൾ ആരെടുക്കണം മക്കളെ? നമ്മൾ എടുക്കുന്നത് ഫീനോളിനെയാണ് അല്ലെ? ഫീനോൾ എടുക്കണം. അപ്പോഴാണ് ഈ പ്രൊഡക്റ്റ് കിട്ടുക. ഇനി എന്താ മക്കളെ ഇത് CH3COK ഇലക്ട്രോളിസിസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോഡിയം അല്ലെങ്കിൽ പൊട്ടാഷ്യം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ ഇലക്ട്രോളിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാറുള്ളത്? ആൽക്കീൻസിനെ കിട്ടാറുണ്ട് അല്ലേ? ആൽക്കീൻസിനെ കിട്ടും. ഡബിൾ ദി നമ്പർ ഓഫ് അതായത് ഇപ്പോൾ CH3COK എടുക്കുന്നെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 2 CH3COK എടുക്കുക. അപ്പൊ എന്ത് ചെയ്യും? ആനോഡും കാത്തോഡിലൊക്കെ നിങ്ങൾക്ക് അറിയാം ഇലക്ട്രോളിസിസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ CH3 എന്ന് പറയുന്ന ആരെ കിട്ടും? ഈതേനെ കിട്ടും. ഇതാണ് എന്ത്? കോപ്സ് ഇലക്ട്രോളിസിസ്. എന്താണ്? കോപ്സ് ഇലക്ട്രോളിസിസ് ആണ്. കോപ്സ് ഇലക്ട്രോളിസിസ്. പിന്നെ ആരുണ്ടാവും? പിന്നെ 2 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അതേപോലെ തന്നെ വാട്ടർ ഒക്കെ ഉണ്ട്. അവിടെ നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? അക്വസ് ഇലക്ട്രോളിസിസ് പറയുമ്പോൾ നമ്മൾ എന്താണ്? വെള്ളത്തിന്റെ പ്രശ്നം, വെള്ളത്തിലാണ് നമ്മൾ റിയാക്ഷൻ നടത്തുന്നത്. വെള്ളം ഉണ്ടാവും അവിടെ. അപ്പൊ എന്തുണ്ടാവും? നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആയിട്ട് പിന്നെ ഹൈഡ്രജൻ ഗ്യാസ് ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ടാവും. എനിവേ അതേപോലെ NaOH ഒക്കെ ഉണ്ടാവും. ഇവിടെ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുക, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ ഉണ്ടാവും. അപ്പൊ എനിവേ പ്രൊഡക്റ്റിന് ആവശ്യമില്ല. നിങ്ങൾ എന്താ കിട്ടുന്നത് മെയിൻ പ്രൊഡക്റ്റ് മാത്രം എഴുതിയാൽ മതി. അതാരാണ്? ആൽക്കീൻ ആണ്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കുന്നത് CH3COK ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കുന്നത് എന്തായിരിക്കും? CH3 ആയിരിക്കും. CH3 ആയിരിക്കും. റെഡി അല്ലേ? യെസ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് മറ്റൊരു റിയാക്ഷൻ ആണ്. ഇത് ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ത്? 3CH ട്രിപ്പിൾ ബോണ്ട് CH റെഡ് ഹോട്ട് അയൻഡും. മക്കൾ റെഡ് ഹോട്ട് അയൻഡും നിങ്ങൾ കണ്ടോ? ഉറപ്പിച്ചോ? നിങ്ങൾ എന്താണ് ഈ ക്വസ്റ്റ്യൻസ് ബെൻസീൻ റിങ്ങുമായി ബന്ധപ്പെട്ടാന്ന് ഉറപ്പിക്കാം. ഇത് അസറ്റിലിൻ ആണ്. അസറ്റിലിൻ 3 അസറ്റിലിൻ മോളിക്യൂൾ ഉണ്ട്. അപ്പൊ 2 കാർബൺ ആറ്റമുള്ള ആളാണ്. അപ്പം 3 മോളിക്യൂൾ ഉണ്ടാകുമ്പോൾ ഒന്ന് ആലോചിക്കുക. 2 × 3 6 കാർബൺ ആറ്റമുള്ള മോളിക്യൂൾ എന്താണ്? അല്ല 6 കാർബൺ ആറ്റമുള്ള ഒരു കോമ്പൗണ്ട് എന്താ? എനിക്കറിയാം ബെൻസീൻ ആണ് അല്ലെ? ബെൻസീൻ ആണ്. അപ്പം കിട്ടാവുന്ന ആൻസർ എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ ആണ്. റെഡ് ഹോട്ട് അയൺ ട്യൂബിൽ പോകുമ്പോൾ അരോമാറ്റിക്സ് നടന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും മക്കളെ? ബെൻസീൻ കിട്ടും. എന്ത് കിട്ടും? ബെൻസീൻ. യു വിൽ ഗെറ്റ് ബെൻസീൻ. മക്കളെ 3 അസറ്റിൻ മോളിക്യൂൾ എടുക്കുമ്പോൾ എന്ത് കിട്ടും? ബെൻസീൻ കിട്ടും. എന്ത് കിട്ടും? ബെൻസീൻ കിട്ടും. റെഡി അല്ലേ? വെരി വെരി ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ. ഇനി അടുത്തത് ഇതെന്താ മക്കളെ? CH3Br Na ഈതർ എന്താ കിട്ടുന്നത്? നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പഠിപ്പിച്ചാണ്. ആൽക്കിൽ ഹാലിനസ് സോഡിയം മെറ്റലുമായി ട്രീറ്റ് ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് ഈതർ ആണെങ്കിൽ അതിന് വിളിക്കുന്ന വുഡ്സ് റിയാക്ഷൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ 2 CH3 മോളിക്യൂൾ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്താൽ ആൻസർ ആയി. യു വിൽ ഗെറ്റ് ഈതൈൻ. അപ്പൊ ഇതാണ് മക്കളെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു 10 റിയാക്ഷൻസ്. എല്ലാവരും എന്ത് ചെയ്യുക? വളരെ അടിപൊളിയായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കാം. ഓക്കെ. ഹലോ മക്കളെ, നാളെ മാർച്ച് 13 അല്ലെ? മാർച്ച് 13 നിങ്ങളുടെ +1 ബോർഡ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കൺവേർഷൻസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അവസാനം ലാസ്റ്റ് പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക? ഇതൊന്ന് നോക്കി പോവുക. ചാൻസ് കൂടുതലാണ്. സോ ഒന്നാമത്തെ ചോദ്യമാണ് how will you convert sodium benzoate to benzene? 2 phenol to benzene. 3 benzene to toluene. സോ മക്കളെ 3 കോൺസെപ്റ്റ് ആണ് ഇത്. ഞാൻ ഓരോന്നും കൃത്യമായിട്ട് പറഞ്ഞുതരാം. എന്താണ് സോഡിയം ബെൻസോവേറ്റ് എന്ന് പറഞ്ഞാൽ? സോഡിയം ബെൻസോവേറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ ഇതാണ് മക്കളെ. നമ്മൾ ബെൻസീൻ എടുക്കുന്നു. ആ ബെൻസീനിലേക്ക് നിങ്ങൾക്കറിയാം ഇതാണ് ബെൻസോയിക് ആസിഡ് അല്ലേ? ഇതാണ് ബെൻസോയിക് ആസിഡ്. ആ ബെൻസോയിക് ആസിഡിന്റെ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് ഒരു സോഡിയം കയറി ഇരുന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ സോഡിയം ബെൻസോവേറ്റ് എന്ന് പറയുന്നത്. ഈ സോഡിയം ബെൻസോവേറ്റിനെ നിങ്ങൾ എങ്ങനെയാണ് ബെൻസീനാക്കി മാറ്റാം? വളരെ സിമ്പിൾ ആണ്. ഇതേപോലെ സിമിലർ റിയാക്ഷൻ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഹൈഡ്രോ കാർബൺ തന്നെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ? സോഡിയം എത്തനോവേറ്റിനെ ഒക്കെ നമ്മൾ എന്താക്കി മാറ്റിയിട്ടുണ്ട്? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആക്കി മാറ്റിയിട്ടുണ്ട്, ആൽക്കീൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ആ റിയാക്ഷൻ വിളിക്കുന്ന പേരാണെന്ത്? നിങ്ങൾക്കറിയാം ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. എന്താ വിളിക്കുക? ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. അപ്പം നമുക്ക് ഡീകാർബോക്സിലേഷൻ നടത്തി കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം സോഡിയം സാൾട്ടുകളൊക്കെ നമുക്ക് ഡീകാർബോക്സ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാറുണ്ട്? നമുക്ക് സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഡീകാർബോക്സ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കെയിൻസിനെ കിട്ടാറുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ അറയിൽ അതായത് ഇവിടെ ബെൻസീൻ ആയതുകൊണ്ട് നമുക്ക് കറസ്പോണ്ടിങ് അല്ലെ ബെൻസീനാണ് കിട്ടുക. അപ്പൊ നോക്കിയോ എങ്ങനെ സംഭവം എന്നുള്ളത്. നമ്മൾ ഈ സോഡിയം ബെൻസോവേറ്റ് നമ്മൾ ആരുമായി ട്രീറ്റ് ചെയ്യിപ്പിക്കുക? സോഡാ ലൈമായി ട്രീറ്റ് ചെയ്യിപ്പിക്കുക. ആരാണ് സോഡാ ലൈം എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം NaOH കാൽഷ്യം ഓക്സൈഡും കൂടി വിളിക്കുന്ന പേരാണ് സോഡാ ലൈം. ഇവരെ കൊണ്ട് ഹീറ്റ് ചെയ്യിപ്പിക്കാം. അപ്പൊ എന്താ കിട്ടുക മക്കളെ? വളരെ സിമ്പിൾ ആണ്. നമ്മൾ എവിടെ കട്ട് ചെയ്യണം? നമ്മൾ ഇവിടെ കട്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യാം? ഇവിടെ കൊണ്ടുപോയി റീപ്ലേസ് ചെയ്യിപ്പിക്കുക. അപ്പൊ എന്താ ഉണ്ടാവുക? ബെൻസീനിൽ ഓൾറെഡി ഒരു ഹൈഡ്രജൻ ബാലൻസ് ഉണ്ടായിരുന്നു, ഒരു ഹൈഡ്രജൻ കുറവുണ്ടായിരുന്നു. ആ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് തരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ബെൻസീൻ കിട്ടും അല്ലേ? ബെൻസീൻ കിട്ടൂലേ? അപ്പം ബാക്കി എന്തുണ്ടാവും? ഇവിടെ Na ഉണ്ട് അല്ലെ? Na ഉണ്ട്. പിന്നെ ഇവിടെ ഒരു Na ഉണ്ട്. അപ്പൊ Na2 ആയി. പിന്നെ ഇവിടെ സിയും 2 ഓയും ഉണ്ട്. അപ്പം Na2CO2 ആയി. പിന്നെ ഇവിടെ ഒരു ഓക്സൈഡും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? Na2CO3 ആണ് ഇവിടുത്തെ ബൈ പ്രോഡക്റ്റ് അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹൗ വിൽ യു കൺവേർട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് കാണിച്ചു കൊടുക്കാം. ഇത് എന്താണ് മക്കളെ? എന്ത് റിയാക്ഷൻ ആണ് ഇത്? ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ആണ്. എന്ത് അല്ലെ? ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ആണ്.
ഓക്കെ ആണല്ലോ, റെഡി. രണ്ടാമത്തെ കോൺസെപ്റ്റ് ആണ് ഹൗ വിൽ കൺവേർട്ട് ഫീനോൾ ടു ബെൻസീൻ. ഫീനോൾ നിങ്ങൾ എങ്ങനെയാണ് ബെൻസീനാക്കി മാറ്റുക? അപ്പോൾ ഫീനോൾ എന്ന് പറഞ്ഞാൽ മക്കളെ, ബെൻസീൻ ഇങ്ങനെ തലമണ്ടയിൽ OH ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫീനോൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഫീനോൾ നിങ്ങൾ ബെൻസീനാക്കി മാറ്റുക? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ സിങ്കിന്റെ പൊടി ഇല്ലടാ, സിങ്കിന്റെ പൊടി സിങ്ക് ടെസ്റ്റുമായി ട്രീറ്റ് ചെയ്യിപ്പിക്കുക. സിങ്ക് ടെസ്റ്റ് ഹീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും മക്കളെ? ഈ സിങ്ക് എന്ത് ചെയ്യും മക്കളെ? ഈ സിങ്ക് പോയിട്ട് ഈ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. ഈ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ സിങ്ക് ഓക്സൈഡ് ഉണ്ടാകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആ സിങ്ക് ഓക്സൈഡ് പുറത്തോട്ട് പോകും. ബാക്കി ആരുണ്ടാവുക? ബാക്കി ബെൻസീൻ റിംഗ് ആണ് ഉണ്ടാവുക, അല്ലെ? ബെൻസീൻ ഉണ്ടാവുക. സോ നിങ്ങൾക്ക് എന്ത് കിട്ടും മക്കളെ? ഫീനോളിൽ നിന്നും ബെൻസീൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ സിങ്ക് ടെസ്റ്റുമായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. ഇനി അടുത്താണ് മക്കളെ ബെൻസീൻ എങ്ങനെ ടൊളുവിനാക്കാം. ആരാണ് ബെൻസീൻ എന്ന് പറഞ്ഞാൽ? ഇതാണ് ബെൻസീൻ. എല്ലാവർക്കും അറിയാം ഇതാണ് ബെൻസീൻ എന്നുള്ളത്, അല്ലെ? ഈ ബെൻസീൻ നിങ്ങൾ എങ്ങനെ ടൊളുവിനാക്കി മാറ്റും? ടൊളുവിൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിംഗിന്റെ മുകളിൽ ആരാണ്? ബെൻസീൻ റിംഗിന്റെ മുകളിൽ CH3 ഗ്രൂപ്പ് വരുന്ന വിളിക്കുന്ന ടൊളുവിൻ, അല്ലെ? അപ്പൊ എങ്ങനെ നമ്മൾ ടൊളുവിൻ കിട്ടുക? നമുക്ക് ഇതിൽ ഒരു എക്സ്ട്രാ ആൽക്കിൽ ഗ്രൂപ്പിൽ ബെൻസീൻ റിംഗിലേക്ക് എന്ത് ചെയ്യണം? കയറ്റി വെക്കണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അല്ലെ? അപ്പൊ അതിന് ചെയ്യുന്ന പേര്, ആ ഒരു റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ, അല്ലെ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അല്ലെ? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതിൽ ഒരുപാട് റിയാക്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. അസൈലേഷൻ, നൈട്രേഷൻ ഉണ്ട്, അല്ലെ? അതേപോലെ തന്നെ നമുക്കറിയാം ഹാലോജിനേഷൻ ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ. ആരാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ? ഫ്രീഡൽ ക്രാഫ്റ്റ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ മക്കളെ ഇതാ എഴുതിക്കോ, അൺഹൈഡ്രസ് ആയിട്ടുള്ള അലൂമിനിയം ക്ലോറൈഡ് ആണ്. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ ബെൻസീൻ നമ്മൾ ട്രീറ്റ് ചെയ്യിപ്പിക്കാം. മാത്രമല്ല ആരുടെ വേണ്ടത്? റിയേജന്റ് ആണ്. നമുക്കറിയാം ആൽക്കിൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആരെ കൊടുക്കണം? ആൽക്കിൽ ഹാലിഡിനെ കൊടുക്കണം, അതായത് CH3Cl കൊടുക്കണം. അപ്പൊ CH3 ഗ്രൂപ്പ് എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്യും. നിങ്ങൾ CH3CH2 ആണ് കൊടുക്കുന്നെങ്കിലോ, അതായത് ഫോർ നിങ്ങൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിലോ, CH3COCl ആണെങ്കിലോ മക്കളെ, CH3COCl ആണെങ്കിൽ ഈ റിയാക്ഷൻ വിളിക്കുന്നതാണ് അസൈലേഷൻ. ഇത് അസൈൽ ഗ്രൂപ്പാണ്, ഇതെന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യും? ആൽക്കിൽ ഹാലിഡിനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മക്കളെ? ഈ CH3 ഗ്രൂപ്പ് എന്ത് ചെയ്യും മക്കളെ? ബെൻസീൻ റിംഗിന്റെ പണ്ടേ പോയിരിക്കും. സോ യു വിൽ ഗെറ്റ് ടൊളുവിൻ. This reaction is known as Friedel-Crafts alkylation reaction. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 റിയാക്ഷൻസ് ആണ്. നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ.